പാർലമെൻറ്റിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രതിപക്ഷ പ്രതിഷേധമൊക്കെ ഉണ്ടായ വിഷയമാണ്. മഹാത്മാഗാന്ധിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും ഇഷ്യൂവൊക്കെയാണ്. പ്രതിപക്ഷ പ്രതിഷേധത്തിനിടയിൽ വികസിത് ഭാരത് ജി റാംജി ബില്ലിൽ ഇന്ന് ലോക്സഭയിൽ ചർച്ച നടക്കും. ബില്ലിൽ പ്രതിഷേധം തുടരാൻ തന്നെയാണ് പ്രതിപക്ഷ തീരുമാനം. കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ഇന്നലെ അവതരിപ്പിച്ച സസ്റ്റൈനബിൾ ഹാർനസിംഗ് ആൻഡ് അഡ്വാൻസ്മെൻറ്റ് ഓഫ് ന്യൂക്ലിയർ എനർജി ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ബില്ലും ഇന്ന് ലോക്സഭയിൽ ചർച്ചയ്ക്ക് വരും. കൂടുതൽ വിവരങ്ങളുമായി കെ പ്രശാന്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറെ ഇത് വിവാദവുമായിരുന്നു. പാർലമെൻറ്റിൽ പ്രതിഷേധമുണ്ടായിരുന്നു. ഇതൊരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി വിടണമെന്നായിരുന്നല്ലോ പ്രതിപക്ഷം ആവശ്യം ഉന്നയിച്ചിരുന്നത്. അത് ഏത് രീതിയിലുള്ള ഒരു പരിഗണനയ്ക്കാണ് കേന്ദ്ര സർക്കാർ തീരുമാനിക്കുന്നത്? ഇത് എങ്ങനെ ഒരു പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് സർക്കാരിൻ്റെ ശ്രമവും? രാജേഷ്, ഈ ബില്ലുമായി കൃത്യമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇപ്പോൾ ഭരണപക്ഷം തീരുമാനിച്ചിട്ടുള്ളത്. അക്കാര്യത്തിൽ കൂടുതൽ ചർച്ചകളിലേക്ക് പോകേണ്ടതില്ല എന്ന് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. കാരണം തൊഴിലുറപ്പ് പദ്ധതി അത് കുറെ കൂടി വിപുലമാക്കാനും ഒപ്പം തന്നെ സാധാരണ ജനങ്ങളിലേക്ക് കൂടുതൽ എത്തിക്കാനുമുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് പുതിയ ബില്ല് എന്നുള്ളതാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത്. മറിച്ച് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയെ ഇല്ലായ്മ ചെയ്യുകയോ മഹാത്മാഗാന്ധിയുടെ ആശയങ്ങളെ ഇല്ലാതാക്കുകയോ അല്ല ലക്ഷ്യമെന്ന് കൃത്യമായി തന്നെ കേന്ദ്ര സർക്കാർ പറയുന്നുണ്ട്. അതിന് പ്രധാനമായും ഉയർത്തിക്കാണിക്കുന്നത് നിലവിലുള്ള തൊഴിലുറപ്പ് പദ്ധതിയിൽ 100 ദിനങ്ങളാണ് തൊഴിൽ ദിനങ്ങളായി ഉള്ളത്. അത് 125 തന്നെ ഉയരും. ഒപ്പം തന്നെ വരുമാന വർധനമുണ്ടാവും. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, തൊഴിൽ പൂർത്തിയായി കഴിഞ്ഞാൽ 15 ദിവസത്തിനുള്ളിൽ ആ തുക അക്കൗണ്ടിലേക്ക് വരുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ക്രമീകരിക്കണം. ഇങ്ങനെ ചില നിർദ്ദേശങ്ങളൊക്കെ തന്നെ നൽകിയിട്ടുണ്ട്. പക്ഷേ അതേസമയം പ്രതിപക്ഷത്തിന്റെ പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത് ഇത്തരമൊരു സാഹചര്യം നിലനിൽക്കുമ്പോൾ, അതായത് നിലവിൽ ഒന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഈ പേരുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. മഹാത്മാഗാന്ധിയുടെ പേര് പല ഘട്ടങ്ങളിലും പല സ്ഥലങ്ങളിൽ നിന്ന് ഒഴിവാക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെയും സംഘപരിവാർ സംഘടനകളുടെയും ആസൂത്രിത നീക്കത്തിന്റെ ഭാഗമായാണ് ഇപ്പോൾ ഒരു പുതിയ ബില്ല് വരുന്നത്. അതിന്റെ ഭാഗമായി പുതിയ പേര് വരുന്നു. ആ പേരിൽ തന്നെ ചില രാഷ്ട്രീയ നീക്കങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് പ്രതിപക്ഷം ആരോപിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അതിന് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് മറുപടിയുണ്ട്. ആ മറുപടി എന്ന് പറയുന്നത് ഗാന്ധിജി കണ്ട സ്വപ്നമായിരുന്നു രാമരാജ്യം. അതിനുള്ള യാത്രയിലാണ് തങ്ങളുള്ളത്. മാത്രമല്ല ഗ്രാമീൺ സ്വരാജ് എന്ന് പറയുന്നതും അദ്ദേഹത്തിന്റെ ലക്ഷ്യങ്ങളായിരുന്നു. അത് ഏറ്റവും താഴേക്കിടയിൽ സാധാരണക്കാർക്ക് എത്തുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം. അതിന്റെ ഭാഗമായാണ് ഈ ബില്ല് എന്നുള്ളതാണ്. പക്ഷേ ഇതിൽ എതിർക്കപ്പെടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ബില്ലിന്റെ സാമ്പത്തിക ബാധ്യത സംബന്ധിച്ചാണ്. കാരണം ഇതുവരെ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട മുഴുവൻ ബാധ്യതകളും കേന്ദ്ര സർക്കാരാണ് വഹിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ പുതിയ ബില്ല് പ്രകാരം പുതിയ നിയമമാകുമ്പോൾ അത് മാറുകയാണ് ചെയ്തത്. 60% മാത്രമാണ് കേന്ദ്രം വഹിക്കുക, 40% സംസ്ഥാനങ്ങൾ വഹിക്കണം. അതായത് താരതമ്യേന ആളോഹരി വരുമാനവും ഒപ്പം തന്നെ സാമ്പത്തിക വരുമാനവും ഒക്കെ കുറഞ്ഞ സംസ്ഥാനങ്ങളെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയാണ് അത് ഉണ്ടാക്കുന്നത് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. കേരളത്തിലും അത് പ്രതിഫലിക്കും. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട മറ്റൊന്ന്, ഗ്രാമസഭകൾ പഞ്ചായത്തുകളൊക്കെ തന്നെ മാറ്റി നിർത്തിക്കൊണ്ട് നിയന്ത്രണം പൂർണ്ണമായി കേന്ദ്ര സർക്കാരിലേക്ക് പദ്ധതിയുടെ വരും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയമായി ഉയർത്തിക്കാണിക്കുന്നത്. അതിന് ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. കാരണം അതിനൊരു ഈ ജോലികൾ സംബന്ധിച്ചും പണം നൽകിയോ സംബന്ധിച്ചും ഒക്കെ തന്നെ വിശദീകരിക്കുന്നതിനും അക്കാര്യങ്ങൾ പരിശോധിക്കുന്നതിനും ഒക്കെ തന്നെ ഒരു സമിതിയുണ്ട്. ആ സമിതിയായിരിക്കും ഇതിന്റെ മറ്റു കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിക്കുക. അതൊക്കെ തന്നെ സർക്കാരുകളുടെ ഫെഡറൽ സംവിധാനത്തിന്മേലുള്ള കടന്നുകയറ്റമാണ് എന്നുള്ളതാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങൾ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ JDU-യും TDP-യും ഈ ബില്ലിനെ അനുകൂലിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ സർക്കാരിനെ സംബന്ധിച്ച യാതൊരു തരത്തിലുള്ള ആശങ്കയും ഈ ബില്ലുമായി ബന്ധപ്പെട്ടില്ല. ബില്ല് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. രാജേഷ്, പ്രശാന്ത് സൂചിപ്പിച്ചതുപോലെ ഗ്രാമീണ മേഖലയുടെ തകർച്ചയ്ക്ക് കാരണമാകുമെന്ന് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടിയിരുന്നു. ഏകദേശം പ്രശാന്ത് സൂചിപ്പിച്ചതുപോലെ സംസ്ഥാനങ്ങൾക്ക് ഏകദേശം സാമ്പത്തിക നഷ്ടമുണ്ടാകുന്നു. കഴിഞ്ഞ ദിവസം പ്രിയങ്ക ഗാന്ധി തന്നെ സഭയിൽ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. 40% നഷ്ടമാണ് സംസ്ഥാനങ്ങൾക്കുണ്ടാകുക. ഇതൊക്കെ പരിഹരിക്കാനുള്ള ഒരു മാർഗവും ഒരു സമിതിയെ വയ്ക്കുന്നു. ആ മാർഗ്ഗങ്ങൾ പരിഹരിക്കാനുള്ള ഒരു തീരുമാനവും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. ഇന്ന് ഒരുപക്ഷെ ഏത് തരത്തിലുള്ള ഒരു ചർച്ചയ്ക്കാവും സാധ്യത? പ്രതിപക്ഷം ഏത് രീതിയിൽ പ്രതികരിക്കും? രാജേഷ്, 2 തരത്തിലാണ്. ഒന്ന്, പാർലമെന്റ് പുറത്ത് പ്രതിപക്ഷം പ്രതിഷേധം സംഘടിപ്പിക്കാൻ ആലോചിക്കുന്നുണ്ട്. ഇന്നിപ്പോൾ രാവിലെ 9:30 കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ആ സമയത്ത് എന്താണ് പ്രതിപക്ഷത്തിന്റെ നിലപാട് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 2 തരത്തിലാണ് ഉദ്ദേശിക്കുന്നത്. ഒന്ന്, സൂചിപ്പിച്ച പോലെ തന്നെ പാർലമെന്റ് പുറത്തുള്ള ഒരു പ്രതിഷേധം. മറ്റൊന്ന് പാർലമെന്റ് അകത്താണ്. ഇന്നലെ തന്നെ പ്ലക്കാർഡുകളുമായാണ് പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടായത്. സമാനമായ രീതിയിൽ തന്നെയുള്ള ഒരു പ്രതിഷേധം സഭയ്ക്കകത്തുണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. മാത്രമല്ല ആ പ്രതിഷേധം മുന്നോട്ട്
കൊണ്ടുപോകാൻ തന്നെയാണ് പ്രതിപക്ഷം തീരുമാനിക്കുകയും ഒക്കെ ചെയ്തത്. പക്ഷേ ഈ പ്രതിഷേധത്തെ മറികടന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ നിലവിൽ ഭരണപക്ഷം തീരുമാനിച്ചിട്ടുണ്ട്. അതിലേറ്റവും എടുത്തു പറയേണ്ടത് ഈ ബില്ലിന്റെ അകത്തുള്ള മറ്റ് കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ഒരു വ്യക്തത വരുത്തുക എന്നുള്ളതാണ്. ആ കാര്യത്തിൽ തന്നെയാണ് ഒരു പരിശോധന വേണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്യുന്നത്. പ്രധാനമായും സംസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ എതിർക്കുന്നത് ഈ സാമ്പത്തിക ബാധ്യത തന്നെയാണ് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. രാജേഷ്.